അസ്സലാമലൈക്കും. അപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താന്ന് എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഇലുമിനാറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. എന്താ ഭയങ്കര സംഭവമാണെന്നൊക്കെ. ഇപ്പോൾ അത് തമാശയായിട്ട് മാറി, ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. ഇലുമിനാറ്റി എന്നൊരു വാക്ക് മാത്രമല്ല, നമ്മുടെ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളെയും നമുക്ക് ഡോട്ട്സ് പോലെ കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കണക്ഷനാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ ചെറിയൊരു സാധനം പറഞ്ഞു. നിങ്ങളെല്ലാം ആ സിമ്പിൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ത്രികോണത്തിൻ്റെ അകത്ത് കണ്ണുള്ള ഒരു സിമ്പിൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ആ സിമ്പിൾ എവിടെ നിന്നാ വന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? നിങ്ങളൊക്കെ സ്കൂളിൽ ആരെങ്കിലും ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചിട്ടുണ്ടോ? ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ച ഞാൻ CBSE പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് 9th ഫ്രഞ്ച് റവല്യൂഷൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ഈ സിമ്പിൾ എന്താണെന്നും ഈ സിമ്പിളിൻ്റെ അർത്ഥം എന്താണെന്നും പറഞ്ഞു തന്നിരുന്നു. അത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് എന്ന് പറയുക. സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയുക. ആ സിമ്പിൾ എന്താണ്, അതിൻ്റെ പേരെന്താണ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയുക. എന്തെങ്കിലും ആ സിമ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുക. കാരണം ഞാൻ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയാലേ എന്തെങ്കിലും കാര്യമുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ പറയുക. ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ എണ്ണീറ്റ് വയ്ക്കുക. ഈ സിമ്പിളിനെ പറ്റി എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. ആർക്കും അറിയില്ല? ഓക്കെ. ഈ സിമ്പിളിൻ്റെ പേര് ഓൾ സീയിങ് ഐ എന്നാണ്. അതായത് എല്ലാം കാണുന്ന കണ്ണ്. ഈ സിമ്പിൾ ഉണ്ടായത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്താണ്. ഇതിൻ്റെ ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ, ഈ കണ്ണ്, എല്ലാം കാണുന്ന ഈ കണ്ണും ഇതിൻ്റെ പുറകിൽ നിന്ന് വരുന്ന പ്രകാശവും ലോകത്തെ അന്ധതയിൽ നിന്നും അറിവിലേക്ക് നയിക്കും. അതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇല്ലുമിനാറ്റി എന്ന വാക്ക് തന്നെ ഇല്ലുമിനേറ്റ് എന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഇല്ലുമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇച്ചിരി കൂടെ ലൗഡായിട്ട് ആരെങ്കിലും ഇച്ചിരി, നിങ്ങളിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുക. നിങ്ങൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയാൽ നമുക്ക് ഈ ക്ലാസ് അടിപൊളിയായിട്ട് പോവാം. ഇല്ലെങ്കിൽ ഞാനും മടുക്കും, നിങ്ങളും മടുക്കും. നമ്മൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇല്ലുമിനേറ്റ് എന്താണെന്നറിയാമോ? ഇല്ലുമിനേറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക. അതായത് അന്ധതയിൽ നിന്നൊരു ലോകത്തിനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ വാക്കിൻ്റെ ആണെങ്കിലും ഈ സിമ്പിളിൻ്റെ ആണെങ്കിലും ഇല്ലുമിനാറ്റി. നമ്മളൊക്കെ മലയാളികൾ പ്രത്യേകിച്ച് ഇല്ലുമിനാറ്റി എന്ന് കേൾക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? ആവേശത്തിലെ പാട്ട്. അതിന് മുമ്പ് പ്രാവശ്യം കേട്ടു. ആരാ പറഞ്ഞത്? എണ്ണീറ്റ് നിൽക്കുക. പേര് പറയുക. എല്ലാവരോടുമായിട്ട് പറയുക. യെസ്, ഒരു ക്ലാപ്പ് കൊടുത്ത്. അപ്പൊ ലൂസിഫർ സിനിമയിലാണ് ഈ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ മലയാളികൾ ആദ്യമായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അന്ന് നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ എടുത്ത് നോക്കിയാൽ സ്ഥിരം വരുന്ന ഒരു കമ്പനിയായിരുന്നു പൃഥ്വിരാജ് ഇലുമിനാറ്റി ആണോ എന്ന് ഒരുപാട് വന്നു. അത് വീഡിയോ ആക്കി കുറേ പേര് പിന്നീട് ഫേമസുമായി. അപ്പോൾ ആ സിനിമയിൽ കാണിച്ച ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ റിയൽ വേൾഡിൽ പലപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. ഞാൻ ആ സിനിമയെ പറ്റി പറയാൻ കാരണം, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ബേസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ സിനിമയിൽ നടക്കുന്ന ചില സംഭവങ്ങളും ഞാൻ ഇതുമായിട്ടിടയ്ക്ക് ലിങ്ക് ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും ഇതെന്താണെന്ന്. ഇലുമിനാറ്റി എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. നമ്മളുടെ ലോകത്തെ നിയന്ത്രിക്കുന്നത് വളരെയധികം പണവും പവറുമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാമിലീസ് ആണ്. അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഗ്രൂപ്പിന് നമ്മളിട്ടൊരു പേര് മാത്രമാണ് ഇലുമിനാറ്റി. അതിന് വേറെ പേരുകളൊക്കെ ഉണ്ടാവാം. ഇന്ത്യയിലൊരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും അറിയാവോ?
ഇന്ത്യയിൽ ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടായിരുന്നു. അശോക ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അശോക ചക്രവർത്തി അദ്ദേഹം 9 വിശ്വസ്തരായ ആളുകളെ കൊണ്ടുവന്ന് ദ അൺനോൺ 9 എന്ന പേരിൽ ഒരു സീക്രട്ട് സൊസൈറ്റി ഉണ്ടാക്കി. അത് ആരാണെന്നോ അവരുടെ ഐഡന്റിറ്റി എന്താണെന്നോ ഇതുവരെ റിവീൽ ആയിപ്പെട്ടിട്ടില്ല. അവരിന്നും എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് ഒരുപാട് തിയറീസ് ഉണ്ട്. അതിനൊന്നും വേണ്ട എവിഡൻസസ് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ഈ ടോപ്പിക്കിനാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ എവിഡൻസസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് പറയില്ല ഇലുമിനാറ്റി ഉണ്ട് ഇല്ല എന്ന് പറയില്ല. ഞാൻ കണ്ടെത്തിയ ചില ഫാക്റ്റുകളുണ്ട്, ഞാൻ കണ്ടെത്തിയ ചില സത്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും. ഇതിനുശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇവരുണ്ടോ ഇല്ലയോ എന്ന്. അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ എൻ്റെ റിസർച്ചിൽ കണ്ടെത്തിയ മുഴുവൻ അറിവുകളും നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നിങ്ങൾ സെൽഫ് റിസർച്ച് ചെയ്യുക. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ അങ്ങനെ കണ്ടെത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഓരോ വ്യക്തിയും കണ്ടെത്തുന്ന സത്യങ്ങളും ഓരോ വ്യക്തിയും ഉണ്ടാക്കുന്ന തിയറികളും ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ചാണ്. എൻ്റെ കാഴ്ചപ്പാടല്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട്. നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാട് വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഫാക്റ്റുകളെ കുറച്ച് ഓപ്പൺ മൈൻഡായിട്ട് കാണുക. അതാണ് എനിക്കുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോഴേ പോടെ ഇതൊന്നുമില്ല, ഞാൻ പറയുന്ന പൊട്ടത്തരമാണ് എന്ന് വിചാരിക്കാതെ ഓപ്പൺ മൈൻഡായിട്ട് കാണുക. ഇതിലൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തള്ളിക്കളയണമെങ്കിൽ തള്ളിക്കളയാൻ, സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കുക. ഫസ്റ്റ് ഇതൊന്ന് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിതൊരു ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ അനങ്ങാതെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുന്നു, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാൻ പല കാര്യങ്ങളും പറയും, അതിനൊക്കെ നിങ്ങൾ മറുപടി പറയണം. പ്രത്യേകിച്ച് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച ഇവിടെ ഇരിക്കുന്ന കുറച്ച് ബോയ്സിനോട് ഈ വിഷയം ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അവർ പ്രത്യേകിച്ച് ഇതിനുത്തരം പറയണം. കാരണം അവരെല്ലാവരും ഈ വിഷയം എന്നിൽ നിന്നും കേട്ട ആളുകളാണ്. അവരാരൊക്കെയാ? അവരെത്ര പേരുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ നോക്കിക്കേ. അത്രയും പേരേ ഉള്ളൂ. നിങ്ങൾ ഇത്രയും പേരുണ്ട്. നിങ്ങൾ ഇത്രയും പേര് ഈ വിഷയം കേട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. അവർ മിണ്ടാതിരിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങളോട് അവർ മിണ്ടണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാനുള്ള ലൈസൻസ് അല്ല, നിങ്ങളും മിണ്ടണം. അവരതിനെപ്പറ്റി കേട്ടുകൊണ്ട് അവരോട് ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ചോദിക്കും. അപ്പം നിങ്ങളും നമുക്കെല്ലാവർക്കും അറിയുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം നിങ്ങളും ഈ ഡിസ്കഷൻ്റെ പാർട്ടാവുക. പവർ പോയിന്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഈ ഗ്രൂപ്പിൻ്റെ ഒറിജിൻ. അതായത് ഇവരിപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇങ്ങനൊരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്നു ഇന്നത്തെ ജർമ്മനിയിലെ ബവേരിയ എന്ന് പറഞ്ഞൊരു പ്രോവിൻസിൽ ഇലുമിനാറ്റി എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. അവർ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അന്ധതയിൽ നിന്നും എന്താ ഞാൻ പറഞ്ഞത്? ഇച്ചിരി കൂടെ ലൗഡായിട്ട് പറയും. അവിടെ ഒന്നും അത്ര സൗണ്ട് ഉള്ളൂ. ഇവിടെ നിന്ന് ആരും മിണ്ടുന്നില്ല. പറയടേ എന്തേലും. ബോയ്സ് പോരാട്ടോ, നിങ്ങളൊരു എനർജി ഇല്ല. അവിടെ നിന്നും അത്ര സൗണ്ട് ഉള്ളൂ, ഇവിടെ നിന്ന് സൗണ്ട് ഇല്ല. ഞാൻ എന്താ പറഞ്ഞത്? ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ലോകത്തെ നയിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ മോട്ടോ. അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. അപ്പോൾ ഇവര് പല പ്രമുഖരായിട്ടുള്ള ആളുകളായിരുന്നു, പ്രശസ്തരായിട്ടുള്ള ആളുകളായിരുന്നു, ഭയങ്കര ഫിലോസഫേഴ്സ്, ബിസിനസ്മാൻ ആളുകളായിരുന്നു. അപ്പം ഇവർ പയ്യെ ഈ അവിടെ രാജഭരണമായിരുന്നല്ലോ അന്നത്തെ കാലത്ത്. അപ്പോൾ ഈ രാജാവിൻ്റെ സഭയിലും ഭരണകാര്യങ്ങളിലും ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിലും ഒക്കെ പയ്യെ കയറാൻ തുടങ്ങി. അപ്പം ഇത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. ഇവരുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ കൺട്രോൾ വരുന്നു എന്നുള്ളത് രാജാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം രാജാവ് എന്ത് ചെയ്തു? ഇവരെ പിരിച്ചുവിട്ടു. ഈ ഗ്രൂപ്പിനെ പിരിച്ചുവിട്ടു. പക്ഷെ അതിൽ ആൾക്കാരൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള തിയറി എന്ന് പറഞ്ഞാൽ രാജാവ് അവരെ പിരിച്ചുവിട്ടെങ്കിലും അവർ
പിരിഞ്ഞു പോയില്ല. രഹസ്യമായി അവർ പല സ്ഥലങ്ങളിലും മീറ്റിങ്ങുകൾ കൂടുകയും പിന്നെയും ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തു എന്നാണ് ആ തിയറി. ആ തിയറിയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ഇലുമിനാറ്റി തുടങ്ങിയത് എവിടെയാ? ജർമ്മനിയിൽ. എവിടെയാ? ബവേരിയ. ബവേരിയയിലെ രാജാവ് ഇവരെ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള കാരണം എന്താ? മനസ്സിലായല്ലോ? ഇവിടുന്ന് സൗണ്ട് വരുന്നുണ്ട്, ഇവിടെ സൈലന്റ്. പറ, എന്താണ് നിങ്ങളെന്താ മിണ്ടായിരിക്കുന്നത്? നമ്മൾ ചുമ്മാ കേൾക്കാൻ വന്നല്ല, നമ്മൾ അറിവ് നേടാൻ വന്ന. അറിവ് നേടുമ്പോൾ നമ്മളും ഇടപെടണം, ഇല്ലെങ്കിൽ കാര്യം ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊരു സൈഡിൽ കിടന്നുറങ്ങിപ്പോവും, എൻ്റെ ഇൻട്രസ്റ്റ് പോവും, പിന്നെ ഈ ക്ലാസ് കൊണ്ടൊരു വാല്യൂ ഇല്ല. നിങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവ് ആകാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒന്ന് ഒറിജിൻ, അത് നമ്മളിപ്പോൾ സംസാരിച്ചു. ഇനി ഇതിന് ശേഷം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇവർ നമ്മളെങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഏതൊക്കെ മേഖലകളിലൂടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക്, അടുത്തെന്താ ടോപ്പിക്ക് ഞാൻ പറയാം, നിങ്ങളോട് പറഞ്ഞിട്ടല്ലോ. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ. 2 സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഒന്ന് അമേരിക്കയിലെ കൊളറാഡോയിലുള്ള ഡെൻവർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആ എയർപോർട്ടിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്ലീസ്. ഓക്കെ. അപ്പോൾ ഡെൻവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പറ്റിയും പിന്നീട് അമേരിക്കയിലുള്ള തന്നെ ജോർജിയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് അവിടെ. ആ സ്റ്റേറ്റിലുള്ള ഗൈഡ് സ്റ്റോൺസ് ഓഫ് ജോർജിയ ഒരു മോണ്യുമെൻ്റ് ആണ്. നിങ്ങൾക്ക് സ്റ്റോൺ ഹെഞ്ച് എന്ന് കേട്ടിട്ടില്ലേ? സ്റ്റോൺ ഹെഞ്ച് എവിടെയാ? സ്റ്റോൺ ഹെഞ്ച് എവിടെയാ? സ്റ്റോൺ ഹെഞ്ച് UK സ്റ്റോൺ ഹെഞ്ചിനെ പോലത്തെ ഒരു സ്റ്റോൺ ഹെഞ്ചിനെ പോലെ എന്നല്ല, അതിന് വിളിക്കുന്നത് സ്റ്റോൺ ഹെഞ്ചസ് ഓഫ് അമേരിക്ക എന്നാണ്. അപ്പോൾ ഈ ഡെൻവർ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഗൈഡ് സ്റ്റോൺസ് ഓഫ് ജോർജിയയും ഇലുമിനാറ്റിയും തമ്മിൽ എന്താ ബന്ധം? ഒരു എയർപോർട്ടും ഇലുമിനാറ്റിയും തമ്മിൽ എന്താ ബന്ധം? നമുക്ക് എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ്. ഈ ഡെൻവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങളറിയാത്ത ഒരുപാട് സത്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഈ നമ്മളൊക്കെ ഓരോ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ മതിലൊക്കെ ഇങ്ങനെ ഓരോ ആർട്ട് വർക്കുകളൊക്കെ കാണാം. അപ്പോൾ ഈ ഡെൻവർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ആർട്ട് വർക്കുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ ആർട്ട് വർക്കല്ല. ആ പെയിൻറ്റിങ്ങുകളുടെ മീനിങ്ങുകൾ നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ വലിയൊരു ദുരന്തം, മനുഷ്യരാശിയുടെ തന്നെ അവസാനം, പിന്നീട് വരുന്നൊരു ന്യൂ വേൾഡ് ഓർഡർ, ബയോ വാർ, ന്യൂക്ലിയർ വാർ, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു പെയിൻറ്റിങ്ങാണ്. ആ പെയിൻറ്റിങ്ങൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റാച്ചു ഉണ്ട് അവിടെ. മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു സ്റ്റാച്ചു. ആ സ്റ്റാച്ചു എന്താണെന്നും നമുക്ക് കാണാം. പിന്നെയാണ് ഗൈഡ് സ്റ്റോൺസ് ഓഫ് ജോർജിയ വരുന്നത്. ഗൈഡ് സ്റ്റോൺസ് ഓഫ് ജോർജിയ എന്ന് പറയുന്നത്, ഞാൻ ഇച്ചിരി ഇറങ്ങിക്കാം, എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ. ഗൈഡ് സ്റ്റോൺസ് ഓഫ് ജോർജിയ എന്ന് പറയുന്നത് അത് ഒരു സൺഡയലാണ്. സൺഡയൽ എന്താ? സൂര്യഘടികാരം. അതായത് സൂര്യനെ ഉപയോഗിച്ചുകൊണ്ട് സമയം പറയുന്ന ഒരു യന്ത്രം, ഒരു മോണ്യുമെന്റ്. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വലിയൊരു ദുരന്തത്തിന് ശേഷം, അതായത് മനുഷ്യൻ തന്നെ അവസാനിക്കാൻ സാധ്യതയുള്ള ഒരു ദുരന്തത്തിന് ശേഷം എങ്ങനെ ഒരു പുതിയ ലോകം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ഗൈഡ് സ്റ്റോൺസിലുള്ളത്. ചുമ്മാ ആരും വെറുതെ ഒരു മനുഷ്യരെല്ലാം അവസാനിക്കുന്ന എങ്ങനെ ലോകം തിരിച്ച് കൊണ്ടുവരണമെന്നൊന്നും ആരും ചുമ്മാ ഒന്നും എഴുതി വയ്ക്കുമല്ലോ, ഭ്രാന്തൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതാരാണ് ഉണ്ടാക്കിയത്, ഇതിൻ്റെ ചരിത്രം എന്താണ്, ഇതുണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കും. പിന്നെന്താ, പിന്നെ ആളുകളെ പറ്റി, അതായത് മേജർ സെലിബ്രിറ്റീസ്, മ്യൂസീഷ്യൻസ്, ആർട്ടിസ്റ്റുകൾ, പൊളിറ്റീഷ്യൻസ്, കമ്പനീസ്, ഇവരൊക്കെ
എത്രത്തോളം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം ഇവർ വഴി ഈ ഗ്രൂപ്പ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ഈ കൂട്ടത്തിൽ? നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസോ എന്തെങ്കിലും? എടാ, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ ആരെങ്കിലും ഒരാൾ എണീറ്റ് എന്ന് നമ്മളെന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞേ, എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി. ഷഹാമൊക്കെ അവിടെ വെറുതെ ഇരിക്കും. ഷഹാമൊക്കെ എണ്ണീറ്റെന്ന് പറഞ്ഞേ. ഷഹാമോ ഫായിസോ മുഫ്ലിയോ ആരെങ്കിലും ഒക്കെ എണ്ണീറ്റോ. സൈഡിൽ തല കുരിച്ചിരിക്കുന്നു. എണ്ണീറാ ഒച്ചയ്ക്ക്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, പിന്നെ നമ്മളെന്താ ഡിസ്കസ് ചെയ്തതെന്ന്. ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്ന് തുടങ്ങി, കുറച്ചുകൂടെ സൗകര്യം. വാ, എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. ഷാമിക്കാക്ക് നയിക്കുന്ന സമയം പറഞ്ഞു കുറച്ച് നമുക്ക് ഈ പവർ പോയിന്റ് സെറ്റ് ആക്കുന്ന നമുക്ക് ഇങ്ങനെയൊക്കെ പോവാം. പറഞ്ഞോ. കേൾക്കുന്നില്ല. എൻ്റെ പേര് ഷഹാം. ഞാനും ഇതിൻ്റെ ബാച്ചിലുള്ള ഷഹാമാണ്. അപ്പോൾ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ ടോപ്പിൽ ഇവൻ പറഞ്ഞു, ഒറിജിനൊക്കെ പറഞ്ഞു. അത് 15th സെഞ്ച്വറിയിലാണ് ജർമ്മനിയിലുണ്ടായിരുന്നത്. അതിപ്പം ഒരു സാങ്കല്പികമായൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്താ നിലനിൽക്കുന്നതായൊരു ഗ്രൂപ്പിന് നമ്മൾ പറഞ്ഞൊരു പേരാണ് ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവൻ പറഞ്ഞു എയർപോർട്ടിലുള്ള പെയിൻറ്റിങ്, അവിടെ ഒരു മീൻസ് ഒരു സ്റ്റാച്ചുവിൻ്റെ കാര്യം പറഞ്ഞു. ഒരു കുതിരയല്ലേ സ്റ്റാച്ചു? കുതിരയും ഉണ്ട്. കുതിരയുടെ പറയും, വേറൊരു സ്റ്റാച്ചുവും കൂടി ഉണ്ട്. ആ കുതിരയുടെ പേരറിയാമെങ്കിൽ പറഞ്ഞോ. അത്ര അറിയില്ല. കുതിരയുടെ പേര് ഞാൻ പറയാം. ആ കുതിരയുടെ പേര് ബ്ലൂസിഫർ എന്നാണ്. ബ്ലൂസിഫർ എന്ന് പറഞ്ഞാൽ നീല ചെകുത്താൻ. ബാക്കി പറഞ്ഞു. അതാണ് ആ മതത്തിനെ സൂചിപ്പിക്കുന്ന. ഈ ഗ്രൂപ്പിൻ്റെ കയ്യിലുള്ള ഒരു സാധനം തന്നെ അവർ സയൻറ്റിസ്റ്റിനൊക്കെ കൊടുത്തിട്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾ പുതുതായി കണ്ടുപിടിച്ചതാണ്, ഇതിങ്ങനത്തെ സംഭവങ്ങളുണ്ടെന്ന് തന്നെ ഇവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു കാര്യത്തിനെ ഇത് പബ്ലിക്കാകും. അങ്ങനെയുള്ള വലിയൊരു എന്താ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാതെ അത്രയും വലിയൊരു ശൃംഖലയായിട്ടാണ് ഈ ഇലുമിനാറ്റിനെ കണക്കാക്കുന്നത്. വേറെ താങ്കൾക്ക് കൂടുതൽ പറയണമെങ്കിൽ പറയാം. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ പറയുന്നതിനും നല്ലത് അത് കേട്ടവരെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ? ഏതാ നല്ലത്? കേട്ടവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അടുത്തതായിട്ട് ഫായിസ് നജീബിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കമോൺ. കമോൺ കമോൺ, പെട്ടെന്നോ പെട്ടെന്നോ. ഫായിസൊക്കെ അതിതീവ്രമായ ഗവേഷണത്തിലായിരുന്നൊക്കെയാണ് പറഞ്ഞത്. പറഞ്ഞോളൂ. അസ്തഫ്റുള്ളൊന്നും പറയണ്ട, പറഞ്ഞോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താ നിനക്ക് മനസ്സിലായ കാര്യങ്ങൾ നീ പറയുക. പറഞ്ഞോ. എടാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഇപ്പോൾ ലോകത്ത് തന്നെ കുറേ കമ്പനീസ് ഉണ്ട്. ഫേസ്ബുക്ക്, ഗൂഗിള്, അങ്ങനെ തന്നെ കുറേ വേൾഡ് വൈഡ് കമ്പനീസ് ഉണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പറഞ്ഞോളാ. അതിനെല്ലാം ഉത്ഭവം ഇലുമിനാറ്റി എന്ന് പറയുന്നത്. അവരൊക്കെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഒരു ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ. ഒറിജിൻ നമ്മൾ സംസാരിച്ച കാര്യമാണ്. വേറെ ആരെങ്കിലും ഇപ്പോൾ ഡേറ്റ് ഓർക്കുക കേട്ടോ. May 1, 1776 ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, അതാട്ടോ ലോഗോ. ആ ലോഗോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നോക്കുക, അതാണ് ലോഗോ.
ഓക്കെ, ഇല്യൂമിനാറ്റി ഇൻ പോപ്പുലർ കൾച്ചർ. അപ്പോൾ പോപ്പുലർ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കൺസ്യൂം ചെയ്യുന്ന മീഡിയ, മ്യൂസിക്, സിനിമ, അതിനെ പറ്റിയാണ്. അപ്പോൾ ഇൻവോൾവ്മെൻറ്റ് ഓഫ് മേജർ സെലിബ്രിറ്റീസ്, അതായത് നമ്മൾ പലരും ആരാധിക്കുന്ന വളരെ പ്രശസ്തരായ പല സെലിബ്രിറ്റികളും ഇവരുടെ അടിമകളാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ലിൽ നാസ് എക്സിന് എത്ര പേർക്ക് അറിയാം? ലിൽ നാസ് എക്സ് അറിയാവുന്നവരൊക്കെ നോക്കിയേ. ലിൽ നാസ് എക്സിനെ അറിയത്തില്ലെങ്കിലും ഇൻഡസ്ട്രി ബേബി കേൾക്കാത്ത ആൾക്കാരൊക്കെ കുറവായിരിക്കും. കേട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരും ആ പാട്ട് കേട്ടിട്ടില്ല? ലിൽ നാസ് എക്സ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ ഉണ്ട്, ഒരു അമേരിക്കൻ മ്യൂസീഷ്യനാണ്. അയാളുടെ മ്യൂസിക് വീഡിയോസിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവനിഷേധം അല്ലെങ്കിൽ സാത്താനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള വിഷയമാണ്. മെയിനായിട്ട് അവർ മോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. കാരണം വെസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്ന മതം ക്രിസ്ത്യാനിറ്റിയാണ്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ അതുപോലെ തന്നെയുള്ള ക്രിസ്ത്യാനിറ്റി, ബൈബിൾ പോലെയുള്ള സാധനങ്ങളെ മോക്ക് ചെയ്തുകൊണ്ട് കളിയാക്കിക്കൊണ്ട് സാത്താനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളൊരു തന്ത്രമാണ് ഇവർ പ്രയോഗിക്കുന്നത്. ഈ ലിൽ നാസ് എക്സും നൈക്കില്ലേ, നൈക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, നൈക്കും ലിൽ നാസ് എക്സും കൊളാബറേറ്റ് ചെയ്ത് ഒരു ഷൂ പുറത്തിറക്കി. ആ ഷൂയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്തതാണ്. ആ ഷൂവിൽ ഒരു വേർഡ് എഴുതിയിട്ടുണ്ട്, ലൂക്ക് 10:18. ലൂക്ക് 10:18 എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ഒരു വാചകമാണ്. ബൈബിളിലെ ഒരു വാചകം. ആ വാചകം പറയുന്നത് സാത്താൻ ഭൂമിയിലേക്ക് വരുന്നതിൻ്റെ കഥ പറയുന്ന വാചകമാണ് ലൂക്ക് 10:18. അതാണ് ആ ഷൂവിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഷൂവിൻ്റെ വിലയും അതായിരുന്നു, $1018 ഷൂവിൻ്റെ വില. ലിമിറ്റഡ് എഡിഷനാണ്. ആ ഷൂവിൽ പെൻഡഗ്രാമിൻ്റെ സിമ്പലുണ്ട്. പെൻഡഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർ ഷേപ്ഡ് സിമ്പലാണ്. അത് സൈറ്റാനിക് റിലീജിയൻ്റെ ഒരു സിമ്പലാണ്. അപ്പോൾ ആ സിമ്പൽ അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിലൊരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ റെഡ് കളറാണ്. ആ റെഡ് കളറിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് റിയൽ ഹ്യൂമൻ ബ്ലഡ് ഉണ്ട് ആ ഷൂവിൽ. അത് അവരാകെ പുറത്തിറക്കിയത് 666 പീസസ് മാത്രമേ അവർ പുറത്തിറക്കിയിട്ടുള്ളൂ. 666 666 എന്ന് പറഞ്ഞാൽ എന്താ? 666 എന്ന് പറഞ്ഞാൽ ദ ഡെവിൾസ് നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ ചില മ്യൂസീഷ്യൻസിൻ്റെയൊക്കെ കൺസേർട്ടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ്. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കും. അത് ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പല ആളുകളും സെല്ലിങ് യുവർ സോൾ എന്നൊക്കെ പറയും. സ്വന്തം ആത്മാവിനെ അവരുടെ മുൻപിൽ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ ആണ് അവർ ഈ ഫെയിം എല്ലാം നേടിയെടുത്തത്. എല്ലാവരും അല്ല, പല ആളുകളും അവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് മെയിൻ സ്ട്രീം മീഡിയ. ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. വാർത്താ ചാനലുകൾ, യൂട്യൂബ് ചാനലുകൾ, ഓൺലൈൻ മീഡിയ, ഇവരിലൂടെയാണ് നമ്മൾ ലോകം കാണുന്നത്, നമ്മൾ ലോകത്തെ പറ്റി അറിയുന്നത്. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഈ ലോകത്തിലുള്ള എല്ലാ മേജർ വാർത്താ ചാനലുകളും ഒരേ വാർത്ത പറയുന്നു, ഒരേ രീതിയിൽ, ഒരേ ടോണിൽ, ഒരു വാക്ക് പോലും മാറാതെ. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? ഞാനാണ് വിശ്വസിക്കും. ഞാനാണ് ചിലപ്പോഴൊക്കെ വിശ്വസിക്കും. എല്ലാവരും ഒരേ വാക്ക് തന്നെ പറയുന്നു. വിശ്വസിക്കുകയല്ല എന്ന് പറയുന്നവരോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ കോവിഡ് വന്നെന്ന് എങ്ങനെയാ അറിഞ്ഞ? വാർത്ത കണ്ടിട്ടാണല്ലോ. കോവിഡ് വരുന്ന കാരണം പുറത്തിറങ്ങാൻ പേടിയുള്ളവരായിരുന്നല്ലോ. പുറത്തിറങ്ങാൻ ചെറിയൊരു ഇതുണ്ടായിരുന്നു, മാസ്ക് വെച്ചുകൊണ്ടൊക്കെ ഇറങ്ങുള്ളായിരുന്നു ആദ്യമൊക്കെ. കൊറോണ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അതെങ്ങനെ വന്ന പേടിയാ? വാർത്ത കണ്ടുണ്ടാക്കിയ പേടിയല്ല.
TV ചാനലുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണല്ലോ വാക്സിൻ എടുക്കണം, വാക്സിൻ എടുത്തില്ലെങ്കിൽ അപകടമാണ്. ഇത് എവിടെയാ കേട്ടത്? വാർത്തയിലാണ് കേട്ടത്. ഞാൻ പറയുന്നത് ഇതൊന്നും ഫേക്ക് ന്യൂസ് ആണെന്നല്ല, അത് നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ. ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ന്യൂസ് ചാനൽസിനും കൂടി ഒരു വാർത്ത കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും വിശ്വസിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പോ നമ്മുടെ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ്, നാളെ മുതൽ ആരും വീടിന്റെ വെളിയിൽ ഇറങ്ങരുത്, അപകടമാണ്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റും അതെ, നമ്മുടെ മുഖ്യമന്ത്രിയും എന്ന് പറയുന്നു, നാളെ മുതൽ ആരും വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല, വാതിലടച്ച് സുരക്ഷിതരായിരിക്കണം. എത്ര പേരിരിക്കും? പോലീസും വരും, റോഡ് മൊത്തം പോലീസും, കർഫ്യൂ. എത്ര പേരിരിക്കും? എല്ലാവരും ഇരിക്കും. ഫസ്റ്റ് ദിവസമെങ്കിലും എല്ലാവരും ഇരിക്കുമല്ലോ. കാരണം പോലും ചോദിക്കും ആരേലും? ഇല്ല, ഇരിക്കും. എന്തുകൊണ്ടാ ഇരിക്കുന്നത്? പേടിയായതുകൊണ്ട്. എങ്ങനെയാ പേടി വന്നത്? വാർത്തയിൽ വന്നോ, ഗവൺമെന്റ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗവൺമെന്റിനും നമ്മുടെ വാർത്താ ചാനലുകൾക്കും നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവ് കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ്. ഓക്കെ, കോവിഡ് വാക്സിൻ എടുത്ത് എത്ര പേരുണ്ട്? ഞാൻ എടുത്തോ? ഞാൻ ഒരു ഡോസ് എടുത്തു ഞാൻ. രമ എടുത്തിട്ടില്ല. എന്നോട് സ്കൂളിൽ നിന്ന് പറഞ്ഞു എടുക്കണമെന്ന് പറഞ്ഞു, നിർബന്ധമാണെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഡോസ് എടുത്തു. അപ്പോൾ ഇതൊക്കെ കോവിഡ് വാക്സിനെ പറ്റിയൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ്. അതിനെപ്പറ്റിയുള്ള നമ്മുടെ ഇവിടുത്തെ വാക്സിനെ പറ്റിയുള്ള കോൺട്രവേഴ്സി അല്ല ഞാൻ സംസാരിക്കുന്നത്. വെസ്റ്റിൽ പ്രത്യേകിച്ച് ഫൈസർ പോലുള്ള കമ്പനികൾ ഇറക്കിയ വാക്സിനേഷനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരും. പിന്നെയാണ് മ്യൂസിക് ഇൻഡസ്ട്രിയുടെ കാര്യമാണ്. ലിൽ നാസ് എക്സിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് റാപ്പ് സോങ്സ് ഒക്കെ ഉണ്ട്. ഇംഗ്ലീഷ് റാപ്പ് സോങ്സ് വല്ലപ്പോഴെങ്കിലും കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ ഭൂരിഭാഗം വല്ലപ്പോഴെങ്കിലും കേൾക്കും, ചില സ്ഥിരമായിട്ട് കേൾക്കും. ഞാനൊക്കെ ഇടയ്ക്കൊക്കെ കേൾക്കും. റീൽ എടുത്താലോ അല്ലെങ്കിൽ യൂട്യൂബ് എടുത്താലൊക്കെ റാപ്പ് സോങ്സ് വരാറുണ്ട്. മലയാളം റാപ്പല്ല കേട്ടോ, ഇംഗ്ലീഷ് റാപ്പൊക്കെ. ഈ ഇംഗ്ലീഷ് റാപ്പിൻ്റെ ഒക്കെ ലിറിക്സ് ഒക്കെ ആരിലും ശ്രദ്ധിക്കാൻ പോയിട്ടുണ്ടോ? ശ്രദ്ധിച്ചവരൊക്കെ ഒന്ന് എണീറ്റിക്കുക. ശ്രദ്ധിച്ച എത്ര പേരുണ്ട്? ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറില്ല. എണീറ്റോ കൈവൊക്കെയാ. എണീറ്റോ? ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം പറയാം. ഇവിടെ നിന്ന് തുടങ്ങിക്കോ. ഹാർഡ് ഇംഗ്ലീഷ് റാപ്പ് സോങ്ങുകളിലെ ലിറിക്സ് വായിച്ചിട്ട് എന്തെങ്കിലും അപാകത തോന്നിയോ? ഇല്ലല്ലോ. നല്ല കാര്യം. കേട്ടിട്ടുള്ളതൊക്കെ നല്ല പാട്ടുകളാണ്. ഇരുന്നോളൂ. കൺഗ്രാജുലേഷൻസ്. പറഞ്ഞോ. യെസ്, LGBTQ ഒക്കെ ധാരാളം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും? അതെ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്യും. അതെ, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. പേര് ആലിയ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്ലാപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുക്കുക. അതൊരു അപ്രിസിയേഷൻ കൊടുക്കുന്നതാണ്. പറഞ്ഞോ. എടാ, ചിരിക്കുന്ന എന്താ? റൊമാൻറ്റിക് സോങ്സ് കേൾക്കാത്ത കുറേ പിള്ളേര്. നിങ്ങൾ ആരും റൊമാൻറ്റിക് സോങ്സ് കേട്ടിട്ടില്ല? കേൾക്കാറില്ല? വിശ്വസിച്ചു വളരെ വിശ്വസനീയം. അതെ. അപ്പൊ അതൊക്കെ നമ്മള് നല്ല രീതിയിലാണോ മോശമായിട്ടാണോ ബാധിക്കുന്നത്? നല്ല രീതിയിലേ ഉള്ളൂ. ഓക്കെ,
കൂടെ ലൗഡായിട്ട് പറഞ്ഞു. മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞ നാലുമല്ല പറഞ്ഞത്, 4 പേരിൽ 3 പേർക്കും വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. നിങ്ങൾ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ കേൾക്കാറുള്ള പാട്ടുകളൊക്കെ കുഴപ്പമില്ലാത്ത പാട്ടുകളാണ്. ഇപ്പോൾ ലിനാസ് എക്സിൻ്റെ ഒക്കെ സോങ്ങുകളുടെ ലിറിക്സൊക്കെ ഈ LGBTQ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിസം ഒക്കെ ഫോഴ്സ് ചെയ്യാണ്. പ്രൊമോഷനേക്കാൾ കൂടുതൽ ഫോഴ്സ് ചെയ്യാണ്. പ്രൊമോഷനും ഫോഴ്സിങ്ങും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതായത് ഞാനിപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, അത് ഫോഴ്സ് ചെയ്യുന്ന തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ നിന്നോട് പറയുക, ഇവിടെ ഒന്നൊന്ന് സംസാരിക്കുക, അത് ഞാൻ നിന്നോട് പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം. നിന്നെ ഞാൻ അവിടെ നിന്ന് പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചാലോ, അത് നല്ലതാണോ മോശമാണോ? നല്ലതാണോ മോശമാണോ? നല്ല എന്ന് പറയാറ് മോശമാണ്. ഒരാളൊരിക്കലും നമ്മുടെ ബിലീഫ്സ് ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഓരോരുത്തർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അതിനെ മാനിക്കാം. നമുക്ക് പ്രൊമോട്ട് ചെയ്യാം, പ്രൊഫസ് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം, നമുക്ക് പറയാം നീ ചെയ്യുന്നതല്ല ശരി, ഞാൻ പറയുന്നതാണ് ശരി, അത് നീ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് അംഗീകരിക്കാം, എൻ്റെ അഭിപ്രായം അതാണ് എന്ന് പറയുക. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ്, അതുകൊണ്ട് നീ ഇത് തന്നെ വിശ്വസിക്കണം എന്ന് പറയുന്നത് തെറ്റാണ്. അത് എന്തിൻ്റെ കേസിലാണെങ്കിലും, ഈവൻ ഇൻ ദ കേസ് ഓഫ് റിലീജിയൻ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ ഫോഴ്സിബിൾ കൺവേർഷൻ നിരോധിച്ചിരിക്കുന്നത്. ബലം പ്രയോഗിച്ച് മതം മാറ്റുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ ഫോഴ്സിബിളായിട്ട് നമ്മളിലേക്ക് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഇൻജക്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഇതൊക്കെ റിജക്റ്റ് ചെയ്ത് കളയും. പക്ഷേ ഇവിടെ വരുന്ന വലിയൊരു പ്രശ്നം, സൊസൈറ്റിയിൽ ഇത് നോർമലൈസ് ചെയ്യപ്പെടും. നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, കേരളത്തിലൊരു കോളേജിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ജെൻഡർ ന്യൂട്രൽ ബാത്റൂം സംവിധാനം കൊണ്ടുവന്നു. മഹാരാജാസ് കോളേജിൽ ജെൻഡർ ന്യൂട്രൽ ബാത്റൂം, അതായത് സ്ത്രീക്കും പുരുഷനും ഒരേ ടോയ്ലറ്റ് എന്ന പദ്ധതി കൊണ്ടുവന്നു. അത് നല്ലതാണോ മോശമാണോ? മോശമാണ്. അത് എന്തുകൊണ്ടാണ് മോശമാകുന്നത്? അത് ധാർമ്മികപരമായി തെറ്റാണ്. അപ്പോൾ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നു. അത് പദ്ധതി ഇടുന്നോ അതിന് ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നോ അല്ല, അത് നടപ്പാക്കിയത് നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിൽ പല ഭാഗങ്ങളിലും പ്രൈഡ് മാർച്ചുകൾ നടക്കാറുണ്ട്. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ കേരളത്തിലെ ജനത തന്നെ സെലിബ്രിറ്റീസ് ഒക്കെ ആക്കി വലിയ സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ പ്രശ്നമാണ്. അതൊരു ഐഡിയ ഫോഴ്സ്, കുറേ കാലം ഒരു സാധനം ഫോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്നവർക്ക് തന്നെ തോന്നും ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. ഓക്കെ, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും തോന്നും. അപ്പം നമ്മൾ വെറുതെ റോഡിൽ കൂടെ നടന്നു പോവുക. അപ്പം എല്ലാവരും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അത് തെറ്റാന്ന് ഓർത്ത് പോകുന്നു. നോക്കുമ്പോൾ നാട്ടുകാർക്കൊന്നും ഒരു കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, ഒക്കെ നോർമലാണ്, ഒന്നും പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ല അല്ലേ, നോർമലല്ലേ, ഇവരെല്ലാം പറയുന്നത് നോർമലാണ്, ലോകം മൊത്തം പറയുന്നത് നോർമലാണ്, നമുക്കിതെന്താ കുഴപ്പം? ചിന്തിക്കുമോ? ഒരു ശരാശരി മനുഷ്യൻ ചിന്തിക്കുമോ? ഞാനാണെ ചിലപ്പോൾ ചിന്തിക്കും. എല്ലാവരും ഒരേ കാര്യം ചെയ്യുന്നു, നമ്മൾ ചിന്തിക്കും എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ ചെയ്ത എന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന മാത്രമാണോ തെറ്റോ, ഞാൻ ചെയ്യുന്ന മാത്രമാണോ തെറ്റ്? എല്ലാവരും ചെയ്യുന്നതാണ് തെറ്റ്. ആ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മളൊരു വിശ്വാസത്തിലാണെങ്കിൽ തെറ്റാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ മാത്രം ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടാകുന്നൊരു ചിന്തയുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ അത്രയോ ആൾക്കാർ തെറ്റി, ഞാൻ മാത്രം ശരിയോ? അത് ശരിയാകുമല്ലോ, ഞാനായിരിക്കും തെറ്റ്, എൻ്റെ ഭാഗത്തായിരിക്കും
തെറ്റ്. അപ്പോൾ അതാണ് നോർമലൈസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഈ നോർമലൈസ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഒക്കെ പുറകെ ഇരുന്ന് സ്ട്രിങ്, അതായത് ഒരു പപ്പറ്റ് ഷോ പോലെയാണ്. വെറൊക്കെ സ്ട്രിങ് വലിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ഇൻഡസ്ട്രിയെ പറ്റി പറയും. പിന്നെയാണ് ഹോളിവുഡ്. ഹോളിവുഡിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഈ ഡിസ്നി സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ? നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഡിസ്നി സിനിമകൾ ഏതാ? കുറച്ച് ഫ്രോസൺ പോലുള്ള കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുള്ളത്, പ്രത്യേകിച്ച് കൊറോണ ടൈമിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകൾ ആണല്ലോ ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടുള്ളവർ കൊണ്ടിട്ടുണ്ടാവും, അതൊക്കെ ആയിരിക്കും. ഈ അടുത്ത കാലത്തായിട്ട് ഡിസ്നി പോലെയുള്ള മേജർ മൂവി സ്റ്റുഡിയോസിൻ്റെ ഒക്കെ ഏത് സിനിമ എടുത്ത് നോക്കിയാലും അതിലേതെങ്കിലും ഒരു ഗേ കപ്പിൾ കാണും, അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾ കാണും. ഏതെങ്കിലും ഒരാളെങ്കിലും കാണും. ഒരാളെങ്കിലും ഇല്ലാതെ പറ്റത്തില്ല, സിനിമ ഇറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പം ഹോളിവുഡിൻ്റെ ഒരു രീതി അതാണ്. നിങ്ങൾ മാർവലിൻ്റെ ഒക്കെ പുതിയ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും. പല ക്യാരക്ടേഴ്സിനെയും അവരങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഹോളിവുഡ് അല്ലെങ്കിൽ കാർട്ടൂണുകൾ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വേ ഓഫ് പ്രൊപ്പഗേഷനാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറയുന്ന സാധനം നമ്മളെല്ലാം ആസ്വദിച്ചിരുന്ന് കാണും, നമ്മൾ എൻ്റർടൈൻഡ് ആവും, നമ്മളിങ്ങനെ കണ്ടിരിക്കും സിനിമ. നമ്മളതിലെ കഥാപാത്രങ്ങളെ, കഥകളെ, സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടും. ചിലരെ വെറുക്കും. നായകൻ വില്ലനെ ഇടിക്കുമ്പോൾ കൈയടിക്കും അല്ലേ? കൈയടിക്കുമല്ലോ. രംഗണ്ണം വന്ന് വെറുതെ ഇടിക്കുമ്പോൾ എന്താ? കൈയടിക്കും. മെയിൻ വിഷയം. അപ്പം അത്തരം കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയിലൂടെ ഇവരുടെ ഐഡിയോളജീസ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താ? പയ്യെ പയ്യെ നമ്മുടെ തലയിലും കയറിക്കൊണ്ടിരിക്കും. കയറി പയ്യെ നമ്മളും ആ ഐഡിയാസിനെ ഉൾക്കൊള്ളും, അക്സെപ്റ്റ് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും, പ്രൊപ്പഗേറ്റ് ചെയ്യും. അവിടെയാണ് പ്രശ്നം. അപ്പം ഈ 4 പോയിന്റുകൾ ഇതോർത്ത് വയ്ക്കുക. കാരണം നിങ്ങൾ കാണുന്ന പലതും പൂർണ്ണമായും സത്യമല്ല. ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് വരുന്ന ഏത് മേഖലയിലാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് വരാൻ സാധ്യതയുള്ള മേഖലയാണ്. നിങ്ങളുടെ അഭിപ്രായം പറയുക. പറയുന്നവരൊക്കെ ഒന്ന് എണ്ണീറ്റിരിക്കുക. പറയുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും ഒക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസ് വരുന്നത് എവിടെയാണ്? ന്യൂസ്, യൂട്യൂബ്, ഫേസ്ബുക്ക്. ഏത് സബ്ജക്റ്റിലാണ് വരുന്നത്? അതായത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ വരാൻ ചാൻസ് ഉള്ളത്? എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, അത് പിന്നെ പറയാം. ലൗഡായിട്ടോ? ആ, അതുപോലെ ഫേക്ക് ന്യൂസ് വരും. പിന്നെ ഏത് മേഖലയിൽ നിന്നാണ് ഫേക്ക് ന്യൂസ് വരുന്നത്? ക്ലാപ്പ് കൊടുത്തേ. നിങ്ങൾ ഭയങ്കര ഉറക്കമാണ്, നിങ്ങളൊരു എനർജി ഇല്ല, പ്രത്യേകിച്ച് ചോദിച്ചു ഇങ്ങനെ ഇരിക്കുക. അവരെന്തോ പറയുന്നുണ്ട്, നമ്മളത് കേൾക്കുന്ന. എല്ലാവരും ഒന്ന് എണ്ണീറ്റേ. പെട്ടെന്ന് ചാടി എണീക്ക്. പെട്ടെന്ന് എണീക്ക്. നിങ്ങളുടെ റോയിലെ ലാസ്റ്റ് എണ്ണീറ്റ് ആരാ? നിങ്ങളുടെ റോയില് ഓരോ റോയിലും ലാസ്റ്റ് എണ്ണീറ്റ ആൾക്കാരാരാ? ആ ലാസ്റ്റ് എണ്ണീറ്റ ആൾക്കാർ മാത്രം നിന്നിട്ട് ബാക്കി എല്ലാവരും ഇരിക്കുക. ഓരോ റോയിലും ലാസ്റ്റ് എണ്ണീറ്റ ആൾക്കാർ എല്ലാ റോയിലും കാണും. എല്ലാ റോയിലും ഒരാൾ ലാസ്റ്റ് എണ്ണീറ്റിട്ടുണ്ട്. ഇവിടെ ഒന്നും ആളെ എണ്ണീറ്റിട്ടില്ല. എണ്ണീറ്റേ ലാസ്റ്റ് എണ്ണീറ്റ് ആരാന്ന് എണ്ണീറ്റേ? ഒന്നല്ല എണ്ണീറ്റോ? ഇതുപോലെ ആരാ ലാസ്റ്റ് എണ്ണീറ്റേ? ഒന്നിച്ചാ എണ്ണീറ്റേ? നിങ്ങളെല്ലാം ഇങ്ങോട്ടോ, ഫ്രണ്ടിലോട്ട് വാ. കമോൺ, വാ. നീ ആണ്. പെട്ടെന്നോ. നീ ഇതിൽ ലാഗടിക്കില്ല കേട്ടോ. എന്നിട്ടോ ലാഗടിക്കരുത്. പെട്ടെന്നോ. ഫാസ്റ്റ്. കമോൺ.
സൈഡിലോട്ട് മാറിയിരിക്കരുത്. നിങ്ങളെല്ലാവരും സെൻട്രൽ ഇങ്ങനെ നിരന്ന് നിൽക്കും എല്ലാവരും. നീ ഇവിടെ വന്നേ, വന്നേ ഇങ്ങോട്ട്. നീ ഇവിടെ നീ ഇവിടെ നില്ല്, നിന്നൊന്നും ചെയ്യല ഇവിടെ ഒന്നോ. നീ ഇൻഫോം കിട്ടും. നീ ഇവിടെ നിങ്ങളും നിന്നോ, നിങ്ങളെല്ലാം നിരന്ന് നിന്നോ, ഫ്രണ്ടിൽ നിന്നോ. അപ്പോൾ ഇവരാണ് ലാസ്റ്റ് എണ്ണീറ്റ ആൾക്കാർ. നമുക്കൊരു ചെറിയ പണി ചെയ്യാം. ഇവരോരോരുത്തരും ഇവരുടെ പേര് പറയും. എന്നിട്ട് ഞാൻ ഇവരോട് നമ്മൾ ക്ലാസ്സിൽ സംസാരിച്ച ഒരു വിഷയത്തെക്കുറിച്ച് വളരെ സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കും. സിമ്പിൾ ചോദ്യം, നമ്മൾ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുകയല്ല. ഓക്കെ, വളരെ സിമ്പിളായി. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ആരാ ഫസ്റ്റ്? അവിടെ നിന്ന് തുടങ്ങാം, ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, അവിടെ നിന്ന് നമുക്ക്. അല്ല, ഇത് വേണം, എല്ലാവർക്കും കേൾക്കണം. അല്ല, എല്ലാവരും ഒന്ന് കേൾക്കണം. നിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. നിന്റെ പേര് പറയാം. ഞാൻ കാര്യം ചോദിക്കാം, നീ പേര് പറയാം. നീ ഇത് പിടിച്ചോ ഒന്നുകൂടെ പറ. മുഹമ്മദ് ഇഷാനെ. ഞാൻ കാര്യം ചോദിക്കാം, ഞാൻ ചോദിക്കാം. നീ ചിരിക്ക, നീ സ്റ്റഡി ആയിട്ടില്ല, ഇങ്ങനെയല്ലേ? അറ്റൻഷൻ. ഓക്കെ, മതി, അനങ്ങല്ല അവിടെ നിന്ന്. ഓക്കെ, ഞാൻ എയർപോർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോളാ, ഓർക്കുന്നുണ്ടോ നീ? ആ എയർപോർട്ടിൻ്റെ പേരോ അതിരിക്കുന്ന സ്ഥലമോ അതിരിക്കുന്ന രാജ്യമോ എന്തെങ്കിലും അറിയാമോ നിനക്ക്? ആരാടാ പറഞ്ഞ? ജർമ്മനി. എല്ലാരും ഒരു കൈയ്യടി കൊടുത്തേ. ജർമ്മനി അല്ല, അമേരിക്ക. നീ പോയിരുന്നു. ഓക്കെ, നീ കൂടെ പറഞ്ഞു. എല്ലാരും പറയാം. എൻ്റെ പേര് ഇൻസമോ. ചോദ്യം, ഞാൻ ഒരു മ്യൂസിക് ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞു. അതാരാ? ഞാൻ 3-4 പ്രാവശ്യം പേര് പറഞ്ഞു. അത് തന്നെ, ലിൽ നാസ് എക്സ്. നീ പോയിരുന്നു. നിന്റെ പേരൂടെ പറഞ്ഞിട്ട് നോക്കോ. നിഹാല്. നീ പോയിരുന്നോ? നിന്നോട് വേറെ ക്വസ്റ്റ്യൻ അവൻ പൊട്ടിച്ച്. ഇല്ലുമിനാറ്റി തുടങ്ങിയ രാജ്യം ഏതാ? അത് ജർമ്മനി. പൊക്കോ. കൈയടിച്ചേ. നീയും കൂടെ പറഞ്ഞു. ഇർഫാനോടൊരു ചോദ്യം. ഞാൻ ഒരാളെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കട്ടെ. വളരെ ഉന്നതനായൊരു വ്യക്തി. നേരത്തെ നമ്മൾ ഇസ്ലാനൊക്കെ ഉത്തരം. ഹാഫിസ് ഒരു ചോദ്യം ചോദിച്ചു. വെറുതെ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിച്ചു. അതിന് ചോദിക്കരുത്, വേറെ. അല്ല, ഇതിപ്പോ ഇതിന്ന് ചോദിച്ചു. ഇതിൽ കാര്യമുള്ള ഇൻഫർമേഷൻ ഒന്നുമില്ല. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ടഫ് വേണ്ട. താത്ത് അതിനുള്ള ആൻസർ നീ പറയണ്ട. അത് കുഴപ്പമില്ല. എന്നാ വേറെ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു. അത് കുഴപ്പമില്ല. മീനിങ് എന്നാ അറിയത്തില്ല. ഇലുമിനാറ്റിയുടെ മീനിങ് എന്താ? ആരെല്ലാം ഒന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. ഒരു ക്ലാപ്പിടിച്ചേ. ഞാൻ ഇടയ്ക്ക് വിളിക്കും. പൊക്കോ, പറഞ്ഞോ. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന? ഞാനിപ്പം ചോദിക്കും. നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളുടെ ആളല്ല, കുറച്ച് ആൾക്കാർ. അത് ഇതിനകത്ത് തന്നെ ഉണ്ട്. പറ്റുമെങ്കിൽ പറയാം. അവർ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കാൻ സാധ്യതയുണ്ട്. അവർ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. ആരാണ്? പറഞ്ഞോ മൈക്കിൽ പറഞ്ഞോ. കറക്റ്റാ പറഞ്ഞോ. സോഷ്യൽ മീഡിയ, മറ്റ് മീഡിയാസും. അത്രയായാലും പറഞ്ഞല്ലോ. നീ ആഫ്രിക്ക എന്ന് പറഞ്ഞു കൊടുത്തല്ലേ? ഇങ്ങോട്ട് പറഞ്ഞോ. ഓക്കെ, ചോദ്യം. ബവേരിയ ഏത് രാജ്യത്താ? ജർമ്മനി. ഓക്കോ.
ഓക്കെ, ഞാൻ ഒരു മൂവി സ്റ്റുഡിയോയുടെ പേര് പറഞ്ഞു. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് ഈയിടെയായിട്ട് അവർ ഇറക്കുന്ന സിനിമകളിലൊക്കെ. ഡിസ്നി. പോകോ. ഇനി ആരും ക്ലാസ്സിൽ കിടന്ന് പറയും. ഞാൻ ഇടയ്ക്ക് എണ്ണീപ്പിക്കും, ലാസ്റ്റ് എണ്ണീക്കുന്നവരെ ഞാൻ വിളിച്ചു വരുത്തും. പറഞ്ഞോ. ഇച്ചിരി ടഫായിട്ടുള്ള അല്ലേ? ഓഫീസ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കും. ചോദിച്ചോ. അത് കളറ് കിട്ടാൻ ഈസി. ഒന്നും ചിന്തിച്ചാൽ കിട്ടും കളറ്. പറഞ്ഞോ. റെഡാണ്. അതിനകത്ത് വേറൊരു സാധനം കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താ ആ റെഡിനകത്തൊരു സാധനം കൂടെ ഉണ്ട്. അതെന്താ? ആ റെഡ് ലിക്വിഡ്, ആ ലിക്വിഡിൽ ഒരു സാധനം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അറിയില്ല. ബ്ലഡ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? ആ, പോയിരുന്നോ? നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം, എണ്ണിപ്പിക്കാം, സംസാരിപ്പിക്കാം. പേടിക്കണം, എല്ലാവർക്കും അവസരമുള്ളതാണ്. അപ്പോൾ അടുത്ത സ്ലൈഡ് വലിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത് ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ ഈ പെയിന്റിങ്ങുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമുക്ക് ഈ പെയിന്റിങ്ങിനെ പറ്റി പറയാം. ഈ പെയിന്റിങ് കാണാമോ? ഈ പെയിന്റിങ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുള്ള യുദ്ധം നടക്കുന്നതായിട്ടുള്ള പല പ്രദേശങ്ങളെയും കാണിക്കുന്ന പല പ്രദേശങ്ങളിലുള്ള ജനങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ട്, ഇസ്രായേലും പലസ്തീനുണ്ട്, റഷ്യ യുക്രൈൻ ഉണ്ട്. പണ്ട് വരച്ച പടമാണ്. അപ്പോൾ ഈ പിക്ചർ കണ്ടിട്ട് ആർക്ക് എന്തേലും മനസ്സിലായോ? യുദ്ധം, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം വളരെ ക്ലോസ് ആണ്. ഈ പിക്ചർ നിങ്ങൾ ആലോചിക്കുക. ഈ രാജ്യങ്ങളിലുള്ള മനുഷ്യരെല്ലാവരും അവരുടെ ആയുധങ്ങളിലൊക്കെ ഇവിടെ ഒരു കുഞ്ഞുണ്ട്. ഈ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, മനസ്സിലാവും. ഒരു കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്, മനസ്സിലായല്ലോ. ആ കുഞ്ഞ് ഒരു ചുറ്റിക വെച്ച്, ഇതൊരു വാളാണ്, ഈ വാളിനെ അടിച്ചടിച്ച് പരത്തുന്നു. ഇതിൻ്റെ അടിയിൽ ഈ സാധനം കണ്ടോ? ഇതുപോലത്തെ ഒരു പട്ടാളക്കാരൻ കിടക്കുന്നു. സമാധാനത്തിന്റെ എന്താ ഇത്? വെള്ളരിപ്രാവുകൾ. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഇമേജ് അല്ലേ? യുദ്ധമൊക്കെ അവസാനിക്കുന്നു, ആയുധങ്ങളെല്ലാം തിരിച്ചു കൊടുക്കുന്നു, മനുഷ്യരെല്ലാം സന്തോഷം. അങ്ങനെയാണല്ലോ. എന്താ നെഗറ്റീവ് ഫീൽ? എന്താ പറയൂ. എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഞാൻ പറയാം. ഈ പിക്ചറില്ല, ഇതൊരു കണ്ടിന്യൂഷൻ, വേറൊരു പിക്ചർ. നിങ്ങൾ ഈ റെയിൻബോ ശ്രദ്ധിച്ചോ? ഇത് LGBT റെയിൻബോ അല്ല. എല്ലാ റെയിൻബോ LGBT അത് അറിയരുത്. അതുപോലെ എവിടെ ത്രികോണം കണ്ടാലും അത് ഇലുമിനാറ്റി അല്ല, 6 കണ്ടാൽ സാത്താനിസം അല്ല, അത് പാറ്റേൺ ഉണ്ടാകും, അതല്ല. ഇത് ചുമ്മാ റെയിൻബോ. നമ്മൾ ഈ നല്ല കാലമൊക്കെ കാണിക്കുമ്പോൾ ആകാശത്ത് റെയിൻബോ വരുന്ന പോലെയാണ്. നമ്മൾ വിചാരിക്കും ഈ പിക്ചർ കഴിഞ്ഞിട്ടാണ് ഈ പിക്ചർ വരുന്നത് എന്നാണല്ലോ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുക. ഇവിടെ യുദ്ധം നടക്കുന്നു, അയാൾ ഇവിടെ നിലത്ത് കിടക്കുന്നു, യുദ്ധം അവസാനിക്കുന്നു. ഈ പിക്ചർ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഈ പിക്ചർ വരുന്നത്. ഈ മഴവിൽ ഇങ്ങനെ പോയി ഇതിലേ വരും. അപ്പോൾ അതിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സമാധാനം ഉണ്ടായിരുന്ന ഒരു ലോകം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ലോകം. സമാധാനം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ യുദ്ധങ്ങൾ ഉണ്ടെങ്കിലും വലിയൊരു നാശമൊന്നും നമ്മുടെ ലോകത്ത് നടക്കുന്നില്ലല്ലോ. ഇപ്പോൾ യുദ്ധങ്ങളുണ്ട്, ലോകം തന്നെ അവസാനിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ള ഒരു ലോകത്തിലെ എല്ലാ ആയുധങ്ങളും ഒന്നിച്ചു കൂട്ടി ഒരു വ്യക്തിക്ക് നൽകിയിട്ട് ഈ സെയിം വാളാണ് ഇയാളുടെ കയ്യിരിക്കുന്നത്. ഇതേ വാള് കൊണ്ട് ഇതേ പ്രാവുകളെ ഇയാൾ വെട്ടിയരിയുന്നു. ഇയാളുടെ ഒരു തോക്കുണ്ട്. ഇതുണ്ടോ? അമ്മമാര് കുഞ്ഞുങ്ങളെയുമായിട്ട് നിൽക്കുന്നു, ഇയാള് ആളുകളെ കൊന്നെടുക്കുന്നു. ഓക്കെ, ഇത് നമ്മൾ ഒരു ഫ്യൂച്ചർ വേൾഡിനെ കുറിച്ച് വരച്ചതാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം.
ഇത് അമേരിക്കയിലെ വലിയ എയർപോർട്ടുകളിൽ ഒന്നായ ഡെൻവർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മതിലിൽ വരച്ചിരിക്കുന്ന പെയിന്റിങ്സ് ആണ്. നിങ്ങൾ അതിന്റെ ദുരൂഹത എന്താ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ ലൂസിഫറിന്റെ കാര്യം പറഞ്ഞു, അതല്ലാതെ വേറൊരു പ്രതിമ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പ്രതിമയാണ്. ഇതെന്താന്ന് ആർക്കെങ്കിലും അറിയാവോ? കുറുക്കനാണ്. കുറുക്കന്റെ തലയുള്ള വേറൊരു സാധനം. കുറുക്കന്റെ തലയും മനുഷ്യന്റെ ഉടലുമാണ്. പുറകെ ഇരിക്കുന്ന മുതിർന്നവർക്കും ഉത്തരം പറയാവുന്നതാണ്, എല്ലാവർക്കും ബാധകമാണ്. ഞാൻ പറയാം. ഇതിന്റെ പേര് അനുബിസ് എന്നാണ്. അനുബിസ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവ സങ്കല്പമാണ്. അതായത് ഒരു ദൈവിക സങ്കല്പമാണ് അനുബിസ്. അനുബിസ് എന്താണെന്നറിയാവോ? ദൈവിക സങ്കല്പം. എന്തിന്റെ ദൈവിക സങ്കല്പം? ഈജിപ്ഷ്യൻ പഴയ ഈജിപ്തിലെ മതം ഉണ്ടല്ലോ, ഈജിപ്ഷ്യൻ മിത്തോളജിയിലെ മരണത്തിന്റെ ദൈവമാണ് അനുബിസ്. ഈജിപ്ഷ്യൻ മിത്തോളജിയിലെ മരണത്തിന്റെ ദൈവമാണ് അനുബിസ്. ഇത് വെച്ചിരിക്കുന്നത് മ്യൂസിയത്തിലല്ല, ഇതിനെ പറ്റിയുള്ള ഒരു ആർട്ട് ഗാലറിയിലല്ല, ഇത് വെച്ചിരിക്കുന്നത് ഒരു എയർപോർട്ടിലാണ്. പിന്നെ ആ എയർപോർട്ടിൽ കുറെ ദുരൂഹതകളുണ്ട്. കാരണം അങ്ങനെ ഒരു എയർപോർട്ട് പണിയേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഇതിലും നല്ലൊരു എയർപോർട്ട് ഉണ്ട് വേറെ. ആ എയർപോർട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ എയർപോർട്ട് ഉണ്ടല്ലോ, ആ എയർപോർട്ട് സിറ്റിയിൽ നിന്ന് 9 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ഈ എയർപോർട്ട് സിറ്റിയിൽ നിന്ന് 40 കിലോമീറ്റർ അപ്പുറത്താണ്. പഴയ എയർപോർട്ടിന് അത്ര റൺവേ കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഇതിനകത്ത് അവിടെ വരുന്ന ഫ്ലൈറ്റുകൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ ആവശ്യമായിട്ടുള്ള ജെറ്റ് ഫ്യൂവൽ അവിടെ ഉണ്ട്. അത്രയും ജെറ്റ് ഫ്യൂവലിന്റെ ആവശ്യമില്ല അവിടെ. പിന്നെ ഈ എയർപോർട്ടിന്റെ കൺസ്ട്രക്ഷനിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഫണ്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. എക്സ്ട്രാ കുറേ പൈസ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ തിയറി പറയുന്നത് ഈ എയർപോർട്ടിന്റെ അടിയിൽ ഇവർ വലിയ രീതിയിൽ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുഴിക്കേണ്ട ഒരു ആവശ്യമില്ല അവിടുത്തെ കൺസ്ട്രക്ഷന്. പരന്ന പ്രദേശം കുഴിക്കണം, ഒരു കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ നമ്മൾ കുഴിക്കണം. പക്ഷെ അത്രയും ആഴത്തിൽ കുഴിക്കേണ്ട ഒരാവശ്യമില്ല. പല തിയറികളും പറയുന്നത് ഇതിൻ്റെ അടിയിൽ ഒരു ബങ്കർ ഉണ്ടെന്നും ഈ ബങ്കറിനെ കൺട്രോൾ ചെയ്യുന്നത് ആണെന്നും ഒരു തിയറി ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞല്ലോ, വലിയൊരു യുദ്ധം, സമാധാനം ഉണ്ടായിരുന്ന ലോകം, വലിയൊരു യുദ്ധം. ഇതിന് വേറൊരു പടം കൂടി ഉണ്ട്, അതെനിക്ക് കിട്ടിയില്ല. ആ പടം ഇത്രേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലത്തെ ഒരു ഈ ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ, ഇതൊക്കെ കത്തിക്കിടക്കുക. അപ്പൊ കുറച്ച് ആൾക്കാർ, ഇപ്പൊ കുറേ ആൾക്കാരില്ല, കുറച്ച് ആൾക്കാർ വന്നിട്ട് ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ട് പുതിയൊരു ലോകം തുടങ്ങുന്നു. ഇതിങ്ങനെയൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അടുത്ത ടോപ്പിക്കും കൂടെ കേൾക്കുമ്പോൾ ഇത് കണക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതാണ് ഗൈഡ് സ്റ്റോൺസ് ഓഫ് ജോർജിയ. ഞാൻ പറഞ്ഞില്ലേ സ്റ്റോൺ ഹെഞ്ച് ഓഫ് അമേരിക്ക എന്ന് വിളിക്കുന്നത്. ഇത് ഉണ്ടാക്കിയ ആളുടെ പേര് R.C. ക്രിസ്റ്റ്യൻ എന്നാണ്. R.C. ക്രിസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തി ജോർജിയയിലുള്ളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണം. ഇത് എത്രയോ ടൺ വെയിറ്റും കണ്ടുണ്ട് കേട്ടോ, മാർബിളായി മൊത്തം. അപ്പം അയാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതുപോലത്തെ ഒരു നിർമ്മിതി വേണം, അതിന് നിങ്ങളുടെ സഹായം വേണം. അയാൾ പേര് കൊടുത്തത് R.C. ക്രിസ്റ്റ്യൻ എന്നാണ് അയാൾ പേര് കൊടുത്തത്. അതിൻ്റെ നിയമകാര്യങ്ങളൊക്കെ നോക്കിയത് വേറൊരു വ്യക്തിയാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് 4 പില്ലറുകളുണ്ട്. ഈ 4 പില്ലറുകളിലായിട്ട് 8 ഭാഷകളിൽ എഴുതിയേക്കുന്നുണ്ടോ? ഇത് ഇംഗ്ലീഷിലാണ്, അത് ഞാൻ വായിക്കാം. 8 ഭാഷകളിലായിട്ട് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഭാഷകളെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഇടുന്ന ഇംഗ്ലീഷുണ്ട്, ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക്, സംസ്കൃതം, പിന്നെ ഏതാ സ്വാഹിലി, ചൈനീസ്, പിന്നെ ഒരു ഭാഷയും കൂടെ ഉണ്ട്, ഞാൻ മറന്നുപോയി, ഹിന്ദി ഇല്ലാന്ന് തോന്നുന്നു. സംസ്കൃതം ഉണ്ട് കേട്ടോ, സംസ്കൃതം. ഇതിനകത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ബി നോട്ട് എ ക്യാൻസർ ഓൺ ദി എർത്ത്, ലീവ് റൂം ഫോർ നേച്ചർ, ലീവ് റൂം ഫോർ നേച്ചർ എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്താണെന്നറിയാലോ, രോഗമാണ്. ഭൂമിക്ക് ഒരു ക്യാൻസർ ആവാൻ നിന്ന് കൊടുക്കരുത്, പ്രകൃതിക്ക് വരാൻ നിങ്ങൾ സ്ഥലം കൊടുക്കണം.
നിങ്ങൾ സ്ഥലം കൊടുക്കണം. ഭൂമിക്ക് ഒരു ക്യാൻസറായി നിൽക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്തായിരിക്കും? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പറഞ്ഞു. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു, ഞാൻ ഓർത്ത് ക്ലാസ് എടുക്കാൻ വരും, നിങ്ങളെല്ലാം ഭയങ്കര എനർജി ആയിട്ട് വന്ന് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ഒക്കെ ചെയ്ത് നല്ല എൻ്റർടൈനിങ് ആയിട്ടൊക്കെ പോകാന്നൊക്കെ ഓർത്തപ്പോൾ നിങ്ങളെല്ലാം ഭയങ്കര ശോകം. എല്ലാവരും മരണപ്പെടണം എന്നുള്ളൊരു തോട്ടാണ്. അടുത്ത വരുന്നത് ട്രൂത്ത്, ബ്യൂട്ടി, ലവ്, സീക്കിംഗ് ഹാർമണി വിത്ത് ദി ഇൻഫിനിറ്റ്. ട്രൂത്ത് സത്യം, സൗന്ദര്യം, സ്നേഹം, ഇവ മൂന്നും അനന്തതയുമായുള്ള സന്തോഷത്തെ തേടുന്നു. ഇത് എന്തിനെ പറ്റിയാണെന്ന് നമ്മൾ ഇത് പുറകിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതും ഇപ്പൊ പറയുന്നതും എല്ലാം കണക്റ്റാ. ഫസ്റ്റ് പോയിന്റ് പറയുമ്പോൾ അടുത്തത് ബാലൻസ് പേഴ്സണൽ റൈറ്റ്സ് വിത്ത് സോഷ്യൽ ഡ്യൂട്ടീസ്. നിങ്ങളുടെ അവകാശങ്ങളെയും നിങ്ങളെ ഡ്യൂട്ടീസിനെയും ബാലൻസ് ചെയ്യുക. ഇത് കേൾക്കുമ്പോൾ നല്ല കാര്യമല്ലേ? നല്ലൊരു തോട്ടാണ്. നിങ്ങളുടെ അവകാശങ്ങളും ഡ്യൂട്ടികളൊക്കെ ഒന്നിച്ച് ചെയ്യുക എന്നുള്ളത്. അവോയ്ഡ് പെറ്റി ലോസ് ആൻഡ് യൂസ്ലെസ് ഒഫീഷ്യൽസ്. ആവശ്യമില്ലാത്ത പെറ്റി നിയമങ്ങളും ആവശ്യമില്ലാത്ത ഉദ്യോഗസ്ഥരെയും പറഞ്ഞുവിടുക, അവരില്ലാതാക്കുക, അതിൻ്റെ ആവശ്യമില്ല. അവോയ്ഡ്. അടുത്തത് ലെറ്റ് ഓൾ നേഷൻസ് റൂൾ ഇന്റേണലി റിസോൾവിംഗ് എക്സ്റ്റേണൽ ഡിസ്പ്യൂട്ട്സ് ഇൻ എ വേൾഡ് കോർട്ട്. എല്ലാ രാജ്യങ്ങളും സ്വന്തമായി ഭരിക്കട്ടെ, എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ലോക കോടതിയുടെ മുൻപിൽ തീർക്കട്ടെ. പ്രൊട്ടക്ട് പീപ്പിൾ ആൻഡ് നേഷൻസ് വിത്ത് ഫെയർ ലോസ് ആൻഡ് ജസ്റ്റ് കോർട്ട്സ്. രാജ്യങ്ങളെയും ജനങ്ങളെയും നീതിയുള്ള കോടതികൾ കൊണ്ടും നീതിയുള്ള നിയമങ്ങൾ കൊണ്ടും സംരക്ഷിക്കുക. റൂൾ പാഷൻ ഫെയ്ത്ത് ട്രഡീഷൻ ആൻഡ് ഓൾ തിങ്സ് വിത്ത് ടെമ്പേർഡ് റീസൺ. റൂൾ ഭരിക്കുക, പാഷൻ ഫെയ്ത്ത് ട്രഡീഷൻ എല്ലാം റീസണിൽ അടിസ്ഥിതമായിരിക്കുക. റീസൺ എന്ന് പറഞ്ഞാൽ യുക്തിയിൽ അടിസ്ഥിതമായിരിക്കുക. യുണൈറ്റ് ഹ്യൂമാനിറ്റി വിത്ത് എ ലിവിംഗ് ന്യൂ ലാംഗ്വേജ്. മനുഷ്യനെ മുഴുവൻ പുതിയൊരു ഏക ഭാഷയിൽ ഒന്നിപ്പിക്കുക. ഓക്കെ. ഗൈഡ് റീപ്രൊഡക്ഷൻ വൈസ്ലി, ഇംപ്രൂവിംഗ് ഫിറ്റ്നസ് ആൻഡ് ഡൈവേഴ്സിറ്റി. റീപ്രൊഡക്ഷനെ ശരിയായ രീതിയിൽ നിയന്ത്രിക്കുക, ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുക. ഇങ്ങനെയാണ് ഒന്നാമത്തെ പോയിന്റ്. ഇതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. മെയിൻറ്റെയിൻ ഹ്യൂമാനിറ്റി അണ്ടർ 500 മില്യൺ പോപ്പുലേഷൻ. മനുഷ്യന്റെ പോപ്പുലേഷൻ 500 മില്യണിൽ താഴെ ആയിരിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ പോപ്പുലേഷൻ എത്രയാ? ഒരാളെ നീറ്റ് എന്ന് പറയും. ഇപ്പോഴത്തെ നമ്മുടെ പോപ്പുലേഷൻ എന്താ? 700. ഇപ്പോഴത്തെ നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8 ബില്യണോളമാണ്. 8 ബില്യൺ. ഈ 8 ബില്യൺ പോപ്പുലേഷനിലെ 7.5 ബില്യൺ ആളുകളെ എങ്ങനെ മാറ്റും? മനുഷ്യന്റെ പോപ്പുലേഷൻ 500 മില്യണിൽ താഴെ ആവണമെങ്കിൽ അതെങ്ങനെ ചെയ്യും? പ്രായമായ ആളുകളെ ക്യാൻസർ ആവരുതെന്ന് പറഞ്ഞ് പ്രായമായ ആളുകളെ മാത്രം കൊന്നുകളഞ്ഞ 500 മില്യണിൽ താഴെ നിൽക്കുമോ? ഇല്ല. റീപ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്താൽ 500 താഴെ നിൽക്കുമോ? ഇല്ല. പിന്നെ എങ്ങനെ 500 താഴെ നിൽക്കും? എങ്ങനെ കൊല്ലും? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. നിങ്ങൾ ഇത്ര ആലോചിക്കുക. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിക്കുക. ഇപ്പൊ എന്തെങ്കിലും കത്തുന്നുണ്ടോ ചെറുതായിട്ട് എവിടെയെങ്കിലും? അടുത്ത ഫ്ലൈറ്റ് ദ ന്യൂ വേൾഡ് ഓർഡർ. ഒച്ചയ്ക്ക് പറഞ്ഞേ. ഇതിനെപ്പറ്റിയാണ് ഇത്രയും നേരം ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന ഇലുമിനാറ്റി ആണെങ്കിലും
മറ്റ് സീക്രട്ട് സൊസൈറ്റികളാണെങ്കിലും ഇതിൻ്റെയൊക്കെ തിയറിയുടെ അവസാനം എന്ന് പറയുന്നത് ന്യൂ വേൾഡ് ഓർഡറിലാണ്. അതായത് പുതിയൊരു ഓർഡർ എന്ന് പറഞ്ഞാൽ വലിയൊരു യുദ്ധത്തിന് ശേഷം മനുഷ്യന്റെ പോപ്പുലേഷൻ ക്രമാതീതമായി താഴ്ത്തിയതിന് ശേഷം ഒരൊറ്റ ഗവൺമെന്റിന് കീഴിൽ, ഒരൊറ്റ മതത്തിന് കീഴിൽ, ഒരൊറ്റ ലാംഗ്വേജിന്റെ കീഴിൽ മനുഷ്യനെ ഒന്നിപ്പിക്കുന്നതിനുള്ള സ്വപ്നം. ഒരൊറ്റ ലാംഗ്വേജിന്റെ കീഴിൽ ഒരേപോലത്തെ മനുഷ്യരെ ഒന്നിപ്പിക്കാൻ ഇതിനു മുമ്പ് സ്വപ്നം കണ്ട ഒരാളുണ്ട്. അത് ആരാന്നറിയാവോ? അറിയത്തില്ല? ഒരു ജർമ്മൻകാരനാണ്. ജർമ്മനി എന്നുള്ള ഒരാളാണ്, ഒരു സാധുവായ മനുഷ്യൻ, വളരെ കഷ്ടതകൾ അനുഭവിച്ച ഒരു മനുഷ്യൻ, ജർമ്മൻകാരൻ. അയാൾ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഹിറ്റ്ലർ ആരാ പറഞ്ഞ? എന്നിട്ടേ അഡോൾഫ് ഹിറ്റ്ലറിന്റെ സ്വപ്നമായിരുന്നു ഇത്. മനുഷ്യനെ ഒരൊറ്റ നിയമത്തിന് കീഴിൽ, ഒരൊറ്റ ഭാഷയ്ക്ക് കീഴിൽ, ഒരൊറ്റ രാജ്യത്തിന്റെ കീഴിൽ എത്തിക്കുക. അത് തന്നെയാണ് ഇവരുടെ സ്വപ്നവും. നിങ്ങൾ മനസ്സിലായല്ലോ? ഹിറ്റ്ലറിന്റെ സ്വപ്നമാണ്. ഹിറ്റ്ലർ അതെനിക്ക് അറിഞ്ഞൂടാ, പുള്ളി മരിച്ചുപോയില്ലേ, എന്നെ ചോദിക്കായിരുന്നു. ഹിറ്റ്ലറിനെ പറ്റി ആർക്കെങ്കിലും അറിയാവോ? ഹിറ്റ്ലർ ആരാ? ഹിറ്റ്ലറിന്റെ സ്വപ്നമായിരുന്നു കേട്ടോ ഇത്. ഹിറ്റ്ലർ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളെ ചുറ്റും കാണുന്നതെല്ലാം സത്യമല്ല എന്നല്ല, ചിലതിനൊക്കെ ചെറിയൊരു മറയുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ എല്ലാ കാര്യവും വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് നാളെ മുതൽ ന്യൂ വേൾഡ് ഓർഡർ ഉണ്ട്, ഇലുമിനാറ്റി ഉണ്ട്, എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ പോവാ, ലോകം നശിക്കാൻ പോവാ, ഹിറ്റ്ലർ തിരിച്ചു വരുന്നൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 2 വർഷമായി ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇത് വലിയൊരു ടോപ്പിക്കാണ്, നമ്മൾ പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല. അപ്പോൾ ഈ ന്യൂ വേൾഡ് ഓർഡറിനെ പറ്റി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരാളെ വിളിക്കും, അയാൾ വന്നിട്ട് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഒരു 2-3 മിനിറ്റിനുള്ളിൽ സംസാരിക്കും. ഞാൻ ആരെ വിളിക്കണം? എല്ലാത്തിന്റെയും ലാസ്റ്റ് ന്യൂ വേൾഡ് ഓർഡർ എന്നൊരു സാധനമായിരുന്നു വേണ്ടത്. അതിനുവേണ്ടി ഹിറ്റ്ലർ കുറെ പരിശ്രമിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. പിന്നെ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ ആൾക്കാരും അതിനുവേണ്ടി ട്രൈ ചെയ്തു. അതുവേണ്ടി മ്യൂസിക് ഇൻഡസ്ട്രി, ഹോളിവുഡ് അങ്ങനെ കുറെ ഇങ്ങനെ പകർത്തി പ്രൊപ്പഗേറ്റ് ചെയ്തു. എന്നാ നോക്കണ്ട, അവരൊന്നും പറഞ്ഞു ജർമ്മനിയിലെ ബവേരിയയിലായിരുന്നു. പറഞ്ഞോടി. അത് നമുക്ക് റാഫി ഓക്കെ. എന്തായാലും ക്ലാസ് ഉണ്ട്, മറന്നു എന്തായാലും ഇലുമിനാറ്റി അല്ലേ. അപ്പോൾ ഇലുമിനാറ്റി എന്നൊരു ടോപ്പിക്കിനെ പറ്റിയൊക്കെ കുറേ എന്തോ എവിടെയോ കുറച്ച് കിട്ടി എന്നുള്ളതല്ലാതെ വലിയ ഒന്നും കിട്ടിയിട്ടില്ല. കാരണം ഇതൊക്കെ അത്രയും ഇരുന്ന് ആ മൈൻഡോട് ഇരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കിട്ടില്ല. പിന്നെ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടുതൽ അതിനെ പറ്റി ഒരുപാട് അത് കിട്ടി കാണും. ഇലുമിനാറ്റി എന്നുള്ള ടോപ്പിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൂടുതൽ കിട്ടി കാണും. എനിക്ക് അതിനെ പറ്റി വലിയ അത്ര ഇല്ലാത്തതുകൊണ്ട് പിന്നെ സംഭവം റഫായിട്ട് മനസ്സിലാക്കി. പിന്നെ എൻ്റെ ഏകദേശം ഐഡിയ കിട്ടുന്നുള്ളതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ സെക്ഷനിൽ വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് നമ്മുടെ സെക്ഷനോട് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. അവരിവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് അതായത് എൻ്റെ ഒരു ക്യാരക്ടറായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊള്ളാം. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് ഇനി പോകണം. കാരണം വരാനുള്ളൊരു ധൈര്യം കാണിച്ചത് ഇവിടെ ആർക്കും ഇല്ലാതെ വരാനുള്ളത്. അച്ഛൻ ഇവിടെ വന്ന് നിന്ന് പ്രസന്റ് ചെയ്ത് പോയി. ആ ഒരു ധൈര്യം നിങ്ങൾക്ക് ആർക്കും ഇല്ലാത്തപ്പോൾ അവ കാണിച്ചു എന്നുള്ളതാണ്. നിനക്ക് ഇത് തന്നെയാണ് പേടിക്കണ്ട. അപ്പൊ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഹിറ്റ്ലറിന്റെ ഡൗട്ട് ചോദിച്ചല്ലോ ഇവിടെ ആരോ എന്താ വെച്ചാൽ
അത്യാവശ്യം എല്ലാവരും ഹിറ്റ്ലർ കണ്ടതാണ്. ഒരു കോമൺ ഡൗട്ടാണ് ഹിറ്റ്ലർ എന്നുള്ളത്. അപ്പൊ ഹിറ്റ്ലറിനെ പറ്റി ചെറിയ ഹിറ്റ്ലർ എന്ന് പറയുന്നത് എവിടുന്നായിരുന്നു? നാസി ജർമ്മനിയിലെ ഒരു സ്വേച്ഛാധിപത്യ ഭരണാധികാരിയാണ് ഹിറ്റ്ലർ എന്നുള്ളത്. അപ്പൊ ഹിറ്റ്ലർ എന്താ ചെയ്തത്? എല്ലാവരെയും കൊന്ന് എങ്ങനെ വന്നു? ഇങ്ങനെ ഹിറ്റ്ലർ ചെയ്ത് എല്ലാവരെയും കൊന്നതാണ് ഇവിടെ. അങ്ങനെ ഹിറ്റ്ലർ എല്ലാവരെയും എന്ത് ചെയ്തു? ആരെയും കൊന്ന? എല്ലാവരെയും കൊന്നു. മനുഷ്യൻ എന്റെ കൊല്ലത്തിന് നിങ്ങളത് എല്ലാ മനുഷ്യന്മാരെയും കൊന്നോ? ഇല്ല. ഇസ്രായേലിൽ ജൂതന്മാരെയാണ് ഏറ്റവും കൂടുതൽ കൊന്നൊടുക്കിയതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതായത് രണ്ടാമത്തെ പുള്ളി പിന്നീട് മരിക്കാനുണ്ടായത്. ആത്മഹത്യ സൂസൈഡ് ചെയ്യാനുണ്ടായത്. അങ്ങനെ ഹിറ്റ്ലറിനെ പരിപാടിയില്ലേ ഇപ്പം ഹിറ്റ്ലർ എന്നുള്ളത്. ഇതാണ് ഹിറ്റ്ലർ എന്നുള്ളത്. ടൈം തന്നെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ലാസ്റ്റ് ടോപ്പിക്ക് കുറേയൊക്കെ കവർ ചെയ്യാൻ പറ്റും. അപ്പം ഇനിയും ഒരുപാട് ടോപ്പിക്കുകളായിട്ട് എന്ത് ചെയ്യും ഇതിൻ്റെ പേരിലേക്ക് കടന്നു വരിക. ഓക്കെ, ഇതിനോട് അവസാനമായിരിക്കും. അപ്പോൾ നമുക്ക് അറ്റൻഡൻസ് എടുക്കുകയാണെങ്കിൽ റിവ്യൂടെ അറ്റൻഡൻസ് എടുക്കുക. ഒരു ഡ്യൂടി ആലിയ ശക്തിയാണ്. ആലിയ Thank you. നമ്മുടെ പ്രിയപ്പെട്ട ഫിലിം നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചു തന്ന ഒരു ടൈറ്റിൽ ന്യൂ വേൾഡ് ഓർഡർ എന്നുള്ള സബ്ജക്റ്റാണ്. ഇലുമിനാറ്റി എന്ന പേരിൽ ആയോജിച്ച ഫിലിമിന് വളരെ നന്നായി ഇവിടെ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു സെഷനായിരുന്നു. നമുക്കെല്ലാവർക്കും വൈജ്ഞാനികപ്രദമായ മാതൃകയാണ്. ഇതിൽ മാതൃകയായിട്ട് ഓരോ ആളുകളും തങ്ങളാൽ കഴിയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചില അവതരണങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുക.